ഉത്തരേന്ത്യയിൽ ആരെങ്കിലുമെല്ലാം ഒന്ന് ക്രൈസ്തവനെ നോക്കിയാൽ തന്നെ കേരളത്തിൽ വാർത്തയാണ്. പക്ഷേ ഇപ്പോൾ നൈജീരിയയിൽ 200-ലധികം ക്രൈസ്തവരെയാണ് അവിടുത്തെ ഇസ്ലാമിക ഭീകരവാദികൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും പത്രങ്ങളൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. സാറൊന്ന് അറിയിക്കുമോ? നമ്മുടെ നിലമ്പൂർ പോളിംഗ് നടന്ന ദിവസം തന്നെ ഇത് സംഭവിച്ചത്. അതുകൊണ്ടായിരിക്കും മാധ്യമങ്ങൾ ഇത് തമസ്കരിച്ചത്. എല്ലാ മാധ്യമങ്ങളും തമസ്കരിച്ചു. മലയാള മനോരമ പോലും തമസ്കരിച്ചു. ഈ മലയാള മനോരമ ജബൽപൂരിൽ ഒരു കൂട്ടം പാതിരിമാർ, മിഷണറിമാർ ഒക്കെ കൂടി കുറേ ആദിവാസികളെയും കൊണ്ട് ജബൽപൂരിൻ്റെ നഗരമധ്യത്തിൽ കൂടി നട്ടുച്ചയ്ക്ക് ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടപ്പോൾ ഒരു കൗതുകം കൊണ്ട് എന്താണെന്ന് പറഞ്ഞ് കുറച്ച് പേര് കൂടി. അപ്പോഴത്തേക്ക് അത് അവരുടെ മെയിൻ ഹെഡ്ലൈനായിട്ട് അതങ്ങ് കൊടുത്തിരിക്കുകയാണ്. അവിടെ ക്രിസ്ത്യൻ പാതിരിമാർക്ക് നേരെ ആക്രമണം എന്ന് പറഞ്ഞു. ഒരു ആക്രമണവും നടന്നിട്ടില്ല, ആരും ആശുപത്രിയിൽ പോയിട്ടുമില്ല. ആൾക്കൂട്ടം ഇത് കണ്ടിട്ടൊരു കൗതുകത്തോടു കൂടി. ആദിവാസികളിങ്ങനെ നഗരത്തിലേക്കൊന്നും അധികം വരാറില്ല, ഒതുങ്ങി കഴിയുന്നവരാണ്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ പോകുന്നത് എന്നൊരു അന്വേഷണം സാമാന്യമായിട്ട് എല്ലാവരും ചെയ്തതേ ഉള്ളൂ. വലിയ വാർത്തയാക്കി. ഉടനെ മാർക്സിസ്റ്റ് പാർട്ടി അതങ്ങ് ഏറ്റെടുത്തു. ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തിനധികം മണിപ്പൂരിലെ കാലാകാലാന്തരങ്ങളായിട്ട് അവിടെ നടക്കുന്ന ഗോത്രകലഹത്തെ പോലും ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ആക്രമണമായിട്ട് ചിത്രീകരിച്ചില്ലേ. എല്ലായിടത്തും ഈ മിഷനറിമാർ പ്രവർത്തിക്കുമ്പോൾ ആദിവാസികൾക്ക് അവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അവരുടെ ആദിമ വന്യഗിരി മുകളിലുള്ള ദൈവങ്ങളെ, കൂടുതലും അമ്മ ദൈവങ്ങളാണ്, അവർക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർ വയലൻ്റ് ആവും. സാധാരണഗതിയിൽ റെയിൽവേ അവരുടെ ഈ ആദിമ ഗോത്രത്തിൽപ്പെട്ട ദൈവങ്ങളിരിക്കുമ്പോൾ, മലദൈവങ്ങൾ എന്നാണ് ഇതിന് പറയുന്നത്, അതിൽ കൂടി കടന്നു പോകുമ്പോൾ അവർക്ക് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ വലിയ എതിർപ്പുണ്ടായിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിലും, ഇപ്പോൾ മോദി ഭരിക്കുമ്പോൾ മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും അവരുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ വരുന്ന ഏത് ശക്തികൾക്കെതിരെയും, വിദേശ ശക്തികൾക്കെതിരെയും അവർക്ക് എതിർപ്പുണ്ടാവും. സംശയമില്ലാത്ത കാര്യമാണ്. അതവർ പ്രകടിപ്പിക്കും. അതൊരു വർഗീയ കലാപം ആണ്, BJP സ്പോൺസേഡ് ആണെന്നൊക്കെ പറയുന്നതിൽ വസ്തുതകളുടെ വളച്ചൊടിക്കലാണ് അതിൽ നടക്കുന്നത്. അത് നടക്കുന്നുണ്ട്. അത് എല്ലാം ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ ഒരു ഭീതിയിലാക്കാനുള്ള ശ്രമങ്ങളാണ്. അവിടെ ബാംഗ്ലൂരിലെ ഒരു പള്ളിക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ, അക്രമം മാത്രമാണ്, ഒരു ജീവഹാനിയും ഉണ്ടായില്ല. അപ്പോഴത്തെ ഐ ആം ഹർട്ട് എന്ന് മോദിയോട് അവിടുത്തെ ബിഷപ്പ്, ബാംഗ്ലൂർ ബിഷപ്പ് പറയുന്നുണ്ട്. ഐ ആം ഹർട്ട്. ഇവിടെ എന്താ ഇപ്പോൾ 200 പേരെ കൊന്നിട്ട് ഒരു ഹർട്ടും കണ്ടില്ല. ഒരു പാതിരിയും ഇവിടെ ഇന്ത്യയിലെ ഒരു ബിഷപ്പും കേരളത്തിലെ ഒരു ബിഷപ്പും ഒന്നും പറഞ്ഞു കണ്ടില്ല. നൈജീരിയയിൽ നമ്മൾ ഒന്നിച്ചു നേരിടേണ്ട ഒരു ഭീഷണിയാണ്. ബോക്കോ ഹരാം എന്ന് പറയുന്ന അതിഭീകര സംഘടനയാണ്. അൽ ഖ്വയ്ദയുടെ ഒക്കെ സഹോദരനാണത്. പാകിസ്ഥാൻ വളർത്തുന്ന ഭീകര സംഘടനകളുടെ സഹോദരനാണത്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളിൽ നിന്ന് പിഞ്ചു കുട്ടികളെയാണ് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. സ്കൂളിലെ ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും. അത് വരും ഏതാണ്ട് 250ഓളം. അവരെവിടെ പോയിന്നൊരു പിടിയില്ല. ഇപ്പോൾ 200 ക്രിസ്ത്യാനികളെ അവിടെ വധിച്ചിരിക്കുന്നു. അവരൊരു തെറ്റും ചെയ്തിട്ടല്ല. അവർ ഖുർആനെ അപമാനിച്ചിട്ടില്ല, പ്രവാചകനെ നിന്ദിച്ചിട്ടില്ല, മതദ്വേഷം വളർത്തുന്ന ഒന്നും അവർ ചെയ്തിട്ടില്ല. അവർ ക്രിസ്ത്യാനികളായി പോയി എന്നുള്ളത് മാത്രമാണ് അവരുടെ കുറ്റം. അങ്ങനെയുള്ള 200 പേരെ എവിടാണെന്നൊരു പിടിയില്ല. ഇനി തിരിച്ചു കിട്ടില്ല. ആ സ്കൂളിലെ കുട്ടികളുടെ കാര്യം പറയും. അങ്ങനെയാണ്. ഇത് നൈജീരിയ മാത്രമല്ല, എത്യോപ്യ, സൊമാലിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം നടമാടുകയാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുകയാണ്. മണിപ്പൂരിൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു രാജ്യത്തും സുരക്ഷിതമായി ജീവിക്കാൻ, ഒരു വശത്ത് പട്ടാള ഭരണത്തിൻ്റെ ഉരുക്കുമുഷ്ടികൾ, മറുവശത്ത് ഭീകരവാദികൾ എപ്പോൾ എവിടെ വേണമെങ്കിലും. ഒരു കാര്യം കൂടെ, മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ ഇന്ത്യയിലെ പോലെ എപ്പോൾ എവിടെ വേണമെങ്കിലും, സരോജിനി മാർക്കറ്റാണെങ്കിലും മുംബൈയിലെ നഗരവീഥികളായാലും എപ്പോൾ എവിടെ വേണമെങ്കിലും ഭീകരാക്രമണം സംഭവിക്കാവുന്ന ഭീതിതമായിട്ടൊരു അന്തരീക്ഷമാണ് നൈജീരിയ. നാം പെഹൽഗാമിൽ കണ്ടതുപോലെ ഒരു സമാനമായ ആക്രമണമാണല്ലോ, മതം ചോദിച്ച് കൊലപ്പെടുത്തുക. അപ്പോൾ ഇത് ഒരു ആഗോള മുസ്ലിമിൻ്റെ നിലപാട് തന്നെയാണല്ലേ. കാശ്മീരിലായാലും അങ്ങ് നൈജീരിയയിലായാലും ഏത് സ്ഥലത്തായാലും മതം ചോദിച്ച് കൊലപ്പെടുത്തും. അതെ, എത്യോപ്യ, സൊമാലിയ തുടങ്ങിയ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കുകളിൽ എല്ലാം തന്നെ സബ് സഹാറൻ ജില്ലകളിൽ അവിടെ മുഴുവൻ ഇതാണ് നടക്കുന്നത്. ഇതിപ്പം ഇസ്ലാമിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാം ഗോത്ര വിഭാഗങ്ങളാണ്. ആ ഗോത്രകലഹങ്ങൾ പണ്ടേ നടന്നിരുന്ന, ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ മുടിക്കുന്ന ഒരു സംസ്കാരം മണിപ്പൂരിലെ തന്നെ. മണിപ്പൂരിലെ ഇപ്പോൾ അത് മതത്തിൻ്റെ ഒരു മേൽവിലാസം കൂടി വന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിലാണ്. മിഷണറിമാർക്ക് അത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. മണിപ്പൂരിലെ മിഷണറിമാർ ധാരാളമായിട്ട് പ്രവർത്തിച്ച് മതം മാറ്റിയതാണ് കൂട്ടത്തോടെ.
എന്നിട്ടും ആ സംസ്കാരം മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പരാജയം. ഒരു ആധുനിക മനുഷ്യരായിട്ട് ഇപ്പോൾ പൊതുധാരയിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണല്ലോ മിഷണറിമാർ ചെയ്യേണ്ടത്, വിദ്യാഭ്യാസം കൊടുത്ത്. പക്ഷേ ആ ഒരു കൂടിച്ചേരൽ ഉണ്ടായിട്ടില്ല. ആ കൂടിച്ചേരലാകെ ഉണ്ടായിട്ടുള്ളത് അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിൽ മാത്രമാണ്. ഒന്ന് ആ വിമാനത്തിലുണ്ടായിരുന്ന 2 എയർ ഹോസ്റ്റസ്മാരിൽ ഒന്ന് ഒരു കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളും മറ്റേതൊരു മെയ്തി വിഭാഗത്തിൽപ്പെട്ട എയർ ഹോസ്റ്റസുമായിരുന്നു. 2 സുന്ദരിയാണ്. അവർ രണ്ടും കെട്ടിപ്പിടിച്ചാണ് മരണത്തെ ആലിംഗനം ചെയ്തത്. പരിരംഭണം ചെയ്തുകൊണ്ടാണ് മരണത്തെ പുലുകിയത് അവിടെ. അത് മാത്രമാണ്. അത് കണ്ടെങ്കിൽ ഇവർ പാഠം പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. കാരണം മരണത്തിൽ കുക്കിയില്ല, മെയ്തിയില്ല, എല്ലാവരെയും ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. അവർ വലിയ പാഠം പഠിക്കുന്നില്ല. ഇത് മതത്തിൻ്റെ പേരിൽ അവിടെ പണ്ട് ഗോത്രങ്ങളുടെ പേരിൽ കലഹിച്ചിരുന്നവരിപ്പോൾ മതങ്ങളുടെ പേരിൽ കലഹിക്കുക. പ്രധാനമായിട്ടും അവിടെ ക്രിസ്ത്യൻ മതമെന്ന് പറയുന്നത് തങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു തടസ്സമാണെന്ന് കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ CPM-കാർ പറയും RSS ആണ് ഇതിൻ്റെ എല്ലാം കാരണമെന്ന് പറയും. RSS എന്താണെന്ന് പോലും അറിയാത്തവരാണ് ഈ കലഹിക്കുന്നത് അവിടെ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് RSS അല്ല, ഇതൊരു ആഗോള പ്രതിഭാസമാണ്. RSS ഉണ്ടായതുകൊണ്ടല്ല ഇന്ത്യയിൽ വർഗീയ ലഹളകൾ ഉണ്ടാവുന്നത്, മറിച്ചൊരു ആഗോള പ്രതിഭാസത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിൽ കുറച്ചേ ഉള്ളൂ, അത് കേരളത്തിലും കുറച്ചേ ഉള്ളൂ, നമ്മൾ കാണുന്നില്ല. ഒരു ആഗോളം പറയുന്ന ആഗോള മനോനിലയാണത്. മറ്റൊരു മതത്തിനും ഇവിടെ ജീവിക്കാൻ ഞങ്ങൾ അനുവാദം കൊടുക്കുകയില്ല. ഞങ്ങളുടെ മതരാജ്യമായിട്ട് ഈ ലോകത്തെ മുഴുവൻ, ഈ നീലഗോളത്തെ മുഴുവൻ മാറ്റണമെന്നുള്ള ഒരു യാഥാസ്ഥിതിക അന്ധവിശ്വാസമുണ്ട്. മറ്റൊരു മതത്തിലെ ആളുകളെ കൊല്ലുന്നത് പാപമല്ല. കൊല്ലുന്നത് പാപമാണെന്ന് ക്രിസ്ത്യൻ മതവും അതുപോലെ തന്നെ അഹിംസയാണ് വേണ്ടതെന്ന് ഹിന്ദുമതവും ബുദ്ധമതവും ജൈനമതവും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ കൊല്ലുന്നത് അന്യമതക്കാരനാണെങ്കിൽ അത് പാപമല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം യാഥാസ്ഥിതികരുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകും. കൊല്ലുന്നതൊരു പുണ്യകർമ്മമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുണ്യം ചെയ്യാൻ ആരാ പോകാത്തത്? പിന്നെ ആ ഒരു വിശ്വാസം സ്വർഗത്തിലേക്കുള്ള വഴി ആഴത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഈ യാഥാസ്ഥിതിക മതത്തിൻ്റെ വിജയം. ആ അന്ധവിശ്വാസം മായ്ക്കാൻ കഴിയാത്ത ഒന്നായിട്ട് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ പാൻ ഇസ്ലാമിക് വേൾഡ് എന്നുള്ള ആ സങ്കല്പത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് അന്യമതക്കാർ ഇങ്ങനെ രക്തസാക്ഷികളായിട്ട് അല്ലെങ്കിൽ ബലിദാനികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഇന്ത്യയിലൊരു പ്രതിഷേധവും ഉണ്ടാകുന്നില്ല, കേരളത്തിൽ പ്രതിഷേധം ഉണ്ടാകുന്നില്ല, ഒരു മെഴുകുതിരി പ്രതിഷേധം പോലും ഉണ്ടാകുന്നില്ല കേരളത്തിൽ. മനുഷ്യാവകാശത്തിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. അല്ല, അതിന് പ്രതിഷേധിക്കാൻ സ്ഥലം വേണ്ടേ? ആ പ്രതിഷേധിക്കാനുള്ള സ്ഥലം മുഴുവൻ ഇപ്പോൾ ഗാസയ്ക്ക് വേണ്ടി പ്രതിഷേധങ്ങൾ ശക്തമാകുകയാണല്ലോ എല്ലായിടത്തും. അതെ, അല്ല, അതെ അതെ അതെ. ഈ നിലമ്പൂരിലെ വാർത്തയെങ്കിലും കൊടുക്കരുതായിരുന്നു സത്യസന്ധമായിട്ട്. ഇത് നിസ്സാര കാര്യമല്ല. ഞാനീ പറയുന്നത് കള്ളം പറയുന്നതല്ല. പോപ്പ് ലിയോ 14 വരെ അതിനെ ഇപ്പോൾ അധികാരത്തിൽ വന്ന അമേരിക്കക്കാരനായിട്ടുള്ള കർദിനാൾ, അദ്ദേഹമാണല്ലോ ഇപ്പോൾ പോപ്പായിരിക്കുന്നത്. അദ്ദേഹം പ്രതിഷേധിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതിഷേധമാണിത്. നൈജീരിയയിൽ സമാധാനവും സൗഹാർദ്ദവും പുലരണം എന്നാണ്, അല്ല തിരിച്ചടിക്കണം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ വാർത്തയെങ്കിലും ഒന്ന് കൊടുത്തുകൂടായിരുന്നോ മനോരമ പോലുള്ള പത്രങ്ങൾക്ക്, അല്ലെങ്കിൽ ദീപിക പോലുള്ള പത്രങ്ങൾക്ക്? എന്തുകൊണ്ടാണ് ഇവർ തമസ്കരിക്കുന്നത്? ഈ തമസ്കരിക്കുന്നത് കൊണ്ട് ഇതില്ലാതായിത്തീരുമോ? ബാക്കി ഇന്ത്യയിലുള്ളതെല്ലാം ഭൂതക്കണ്ണാടിയിൽ കൂടി കണ്ടുകൊണ്ട് അത് ഉറുമ്പിൻ്റെ പുറ്റിനെ വലിയൊരു മലയായിട്ട് ഹിമാലയ പർവ്വതമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്നവർ, അവിടെ കാണുന്ന കിളിമഞ്ചാരോ പർവ്വതം പോലെ വലിയ വാർത്തകൾ വെറും ഈ ചിതൽ പുറ്റുകളായിട്ട് മാത്രം കാണുകയും ചെയ്യുന്നത്, അതിനകത്തിൽ ഒരു അനുപാത തകരാറുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.